എടി നിന്നെ കാലത്ത് തൊട്ട് ഞാൻ വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ല. നീ ഫോൺ എടുക്കാത്ത എന്ത് കാര്യം? എന്തൊരു കാര്യത്തിന് എന്നെ വിളിക്കുന്നേ? എന്തൊരു കാര്യത്തിന്? എന്ത് അങ്ങോട്ടൊക്കെ നീങ്ങിയേരി കാര്യം പറ. എന്ത് എന്തരെന്നാ കാര്യം കാണിച്ചതൊക്കെ ഞാൻ അറിഞ്ഞടേ. ഞാൻ എന്തൊരു കാണിച്ച്? നിങ്ങൾ ഇന്നലെ കാണിച്ച എല്ലാ വേലയും ഞാൻ അറിഞ്ഞ. കാര്യം പറ. സംസാരിക്കും. നിങ്ങൾ ആർക്ക് വോട്ടിട്ടു? നിങ്ങൾ വോട്ടിട്ടാ? നിനക്ക് താണ്ടേ ഞാനും വോട്ടിട്ടു. നിങ്ങൾ ആർക്ക് വോട്ടിട്ടു? സത്യം പറ. നിനക്ക് വോട്ടിട്ട് കള്ളത്തരം പറയില്ല. കല്യാണം ഇടണ്ട, കല്യാണം ഇടണ്ട. നിങ്ങൾ എന്നെ പിടിച്ച് കള്ളയാണ് ഇടുന്നത് എന്തിനാണ്? ഈ ഞാൻ അങ്ങ് കള്ളയാണ് ഇട്ട് ചത്തുമ്പോ അത് റീ വോട്ടായത് നിങ്ങളുടെ മെമ്പറെ ജയിപ്പിക്കാനുള്ള വേലയില്ലേ? അതിനെന്ത് നീ ജയിപ്പിക്കുമെന്ന്? നീ ജയിക്കുമെന്ന് ചേച്ചി നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഇന്നലെ മെമ്പറിന് വോട്ട് വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യും കാണിച്ചോണ്ട് വരുന്ന ഞാൻ വോട്ടിട്ടത് ഇങ്ങനെ കാണിച്ചേ. അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ നിങ്ങൾ വോട്ട് ഇട്ടില്ലേലും ചേച്ചി ഈ 3 വീട്ടിൽ വോട്ട് എനിക്ക് കിട്ടി. ഈ വാർഡിലുള്ള ആണുങ്ങളുടെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്. ഈ വീട്ടിൽ വാർഡിലെ ആണുങ്ങളുടെ വോട്ടെല്ലാം നിനക്കാണെന്ന് പറയുന്നത് എന്തിനാണ് സംഭവം എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ആണുങ്ങളുടെ വോട്ടൊക്കെ എന്തൊരു പറഞ്ഞു നിയമം എന്ന് പറയാ, ഭാര്യ മരിച്ച അല്ല ഭർത്താവ് മരിച്ച ഭാര്യക്ക് വിധവയുണ്ട്, വിധവ പെൻഷൻ കൊടുക്കും. ആണുങ്ങൾക്കാർ കൊടുക്കും. അതുകൊണ്ട് ഞാൻ വിധവൻ പെൻഷൻ പ്രഖ്യാപിച്ചു. വിധവൻ പെൻഷൻ ഭാര്യമാര് മരിക്കുന്ന ആണുങ്ങൾക്ക് ഞാൻ എന്റെ മെമ്പറായി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കേന്ദ്രത്തിൽ പോയി എല്ലാം സാധിച്ചോണ്ടൊന്ന് കൊടുക്കും. എന്നിട്ട് വാർദ്ധക്യ പെൻഷനും കൊടുക്കും. നിങ്ങൾ കാണാവണം നിങ്ങളുടെ ഭർത്താവിന് വരട്ട്. എന്റെ ഭർത്താവിനെ നീ ഇറക്കുന്നതിന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇന്നലെ കാണിച്ച വേലക്ക് ഞാൻ മെമ്പറിനാണ് വോട്ടിട്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ അവിടെ കുത്തുമ്പഴേ ഇവിടെ നമ്മൾ ഇരിക്കുന്നിടത്ത് പൂന്നൊരു സൗണ്ട് കേൾക്കുമല്ലോ, അതിനകത്ത് നമുക്കറിയാം നിങ്ങൾ കുത്തിയതേ മെമ്പറേന്നാണ് എന്റെ ചെവി കേട്ടത്. എനിക്ക് നീ ഉനക്ക് വോട്ട് ഇട്ടെന്ന് പറഞ്ഞത് തന്നെ. പിന്നെ നീ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. നീ സംസാരിക്കണ്ട. എന്റെ കൂടെ നിന്നിട്ട് എന്റെ പകുതി വോട്ട് നിങ്ങൾ തിരിച്ചു. എന്നിട്ട് രാജി നോക്കത്തില്ല. രാജി 13-ാം തീയതി ജയിച്ച് വരുമ്പോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടുന്ന് കെട്ടിച്ചില്ല കണ്ടോ? നിങ്ങൾ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ ഒഴിച്ചിട്ട് അങ്ങാർക്കാൻ പെൻഷൻ മേടിച്ചു കൊടുക്കും കണ്ടോ? അതാണ് നീ നിന്റെ ഭർത്താവിന് ആദ്യം ഞാൻ മേടിച്ചു കൊടുക്കും.